നമസ്കാരം. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. അപ്പം ചെറിയ പാചക വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന പാചക വീഡിയോ അല്ല, നമ്മുടെ നാടിൻ്റെ ഒരു വലിയൊരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം ഇന്ന് ഞാനൊരു വാർത്തയിലൂടെ കാണുകയുണ്ട്. അതായത് പൊതുവേ നമ്മൾ വിചാരിക്കും IIT ഡയറക്ടർമാരെല്ലാം അങ്ങനെ IIT ഡയറക്ടർ ഒരാളല്ല, ഇനി ആരായിരുന്നാലും പുതിയതായിട്ട് വരുന്നവർ അവരെല്ലാം അല്പം ബുദ്ധിയും വിവേകവുമുള്ള ആൾക്കാരായിരിക്കും എന്നാണ് നമ്മളെല്ലാം പൊതുവേ ചിന്തിക്കുന്നത്. അപ്പം മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ ഓക്കെ, അവരൊക്കെ കറക്റ്റാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് ഈ ചാണകവും മൂത്രവും വിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പം പുള്ളി ഇന്നൊരു ഗോക്കളെക്കുറിച്ച് എന്തൊക്കെയോ ഉള്ളൊരു പരിപാടി, ഇനി ഗോക്കളാണോ കാണാൻ വന്നിരുന്നതെന്ന് അറിയത്തില്ല, ഒരു സമ്മേളനത്തിൽ പുള്ളി പറയുകയുണ്ടായി. അതൊന്ന് കേട്ട് നോക്കുക. അയാളുടെ ഒരു വോയിസ് അതിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പുള്ളിയുടെ അച്ഛന് പനിയായിട്ടൊക്കെ ഇരുന്ന സമയത്ത് ഈ ആശുപത്രിയിൽ നിന്ന് പോയില്ല, നേരെ വൈദ്യൻ്റെ അടുത്ത് പോയി. വൈദ്യൻ്റെ അടുത്ത് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഗോമൂത്രം കുടിച്ചാൽ പനി മാറും എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബി കാമകോടി എന്നാണ് നമ്മുടെ ഈ ഗോമൂത്രം പ്രോത്സാഹിപ്പിക്കുന്ന ആളിൻ്റെ പേര്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, അതിൻ്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കുക. சன்னியாசி வந்தாராம். அவர் உடனே அவர் நல்ல ஜுரம் அடிச்சுதான். உடனே ஒரு டாக்டரை கூப்பிடலாமான்னாராம். அப்பா உடனே சொன்ன உடனே கோமூத்திரம் பிபாமி அப்படின்னாராம். உடனே போய் அங்க மாட்டுல சிவாஸ்தானத்துல கோமூத்திரத்தை எடுத்துன்னு வந்தாராம். கடன்னு குடிச்சாராம். 15 நிமிஷத்துல ஜுரம் போயிடுதான். அதனால ஆன்டி பாக்டீரியல், ஆன்டி ஃபங்கல், டைஜஸ்டிவ், இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரம், இது மாதிரி பல இதுக்கு നമുക്ക് ഗോമയംங்கிறது നമുക്ക് വലിയ മെഡിസിൻ. അത് കേട്ടല്ലോ. നമ്മുടെ രാജ്യത്തെ കുറേ ആൾക്കാർ ഇതേപോലുള്ള കുറേ ഈ വെളുക്കാത്തവന്മാരുണ്ട്. ഇവരെ ഈ വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് കാര്യമില്ല, ഈ വിവേകം വേണം, തലയ്ക്കകത്ത ആൾ വേണം. ഇപ്പം നമ്മളെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിലാണ് പോകുന്നത്, അല്ലാതെ ഈ ഗോമൂത്രം കുടിക്കാനോ സന്യാസിയിലെ സമാധിയിലോ ഒന്നും അല്ല പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു പരിരക്ഷ പറയും ഹിന്ദു സംസ്കാരം. ഇതൊന്നും ഹിന്ദു സംസ്കാരമൊന്നുമില്ല. അപ്പം നമ്മൾ ഇത്തരം ആൾക്കാരാണ് നമ്മുടെ ഈ വലിയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് താഴേക്ക് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഇത് തന്നെയാണ്. അപ്പം നമ്മളിപ്പം സൗദി അറേബ്യയിൽ ഒരു ഈന്തപ്പഴത്തിൽ നിന്നുള്ള കോള കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ കുറേ പേര് അതിനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അവരെ കച്ചവടം. സൗദി അറേബ്യൻ്റെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഭാവിയിൽ ചിലപ്പോൾ ഈ ഗോമൂത്രത്തിൽ നിന്ന് കോള കണ്ടെത്താനുള്ള സാധ്യതകൾ ഇതേപോലുള്ള ഡയറക്ടർമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം വരും. അതൊന്നും വരാതെയൊന്നും ഇരിക്കില്ല. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് കണ്ടില്ലേ സമാധി, പുള്ളി ചിലപ്പം വീട്ടിൽ കിടന്ന് മരിച്ചു കാണും. കൊന്നതൊന്നും ആയിരിക്കത്തില്ല, എനിക്ക് വീട്ടിൽ കിടന്ന് പുള്ളിയുടെ പണ്ടേ ഒരാഗ്രഹം വരും ചിലപ്പോൾ സമാധി ഇരിക്കുന്നുണ്ട്. മക്കളെല്ലാം കൂടെ രാത്രി ചവിട്ടിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി മടക്കി വെച്ച് ഒക്കെ ചെയ്തു. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഇത് നമ്മളിപ്പം ആരും അറിയാതെ നമ്മൾ അടക്കുമ്പോൾ എന്തായാലും അടുത്തുള്ള ആരെങ്കിലും ഇതിനൊരു പ്രശ്നത്തിന് വരുന്ന സമയത്ത് ഇതൊന്ന് വലിയ പബ്ലിസിറ്റി കൊടുക്കുക. ഇവിടുത്തെ ചാനലുകളെല്ലാം അവന്മാരുടെ ആ ഒരു കുഴിയിൽ വീണതിന് ശേഷം വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നു, പോസ്റ്റ്മോർട്ടം നടത്തുന്നു, കാര്യങ്ങൾ അതൊക്കെ അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നു. അതിൽ കുറേ സംഘടനകളും ആവശ്യമില്ലാത്ത കുറേ സംഘടനകളും പിന്നെ ഹിമാലയ സാനുക്കളിൽ നിന്ന് വരെ സന്യാസിമാർ പറന്നു വന്നു എന്നാണ് പറയുന്നത്. കണ്ടു അല്ല, ഒരു സ്വാമിയുടെയൊക്കെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേരൊക്കെ അറിയില്ല എന്നാലോചിച്ചാണ് പറയുന്നത്. എൻ്റെ പേരെന്താണെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. അപ്പോൾ ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു തലമുറ. അപ്പോൾ ഞാൻ തന്നെ 1-2 സംഭവത്തിന് വേണ്ടി 1-2 ലൈസൻസിന് വേണ്ടിയൊക്കെ പോയ സമയത്തും നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടാൻ പോലും പാടാണ്. എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങാനൊക്കെ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തില്ലാത്ത പണ്ട് ഒരു മോഹൻലാലിൻ്റെ സിനിമയിൽ ഉണ്ടായിരുന്ന പോലെ ദാക്ഷായണി ബിസ്ക്കറ്റിൻ്റെ കഥ പറഞ്ഞ പോലെയാണ് ലൈസൻസിന് നടക്കുന്നത്. അപ്പം നമ്മുടെ നാടിന് പുരോഗതിക്ക് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്തിരുത്തും, അവരെക്കുറിച്ച് പ്രകീർത്തിക്കും, അവരെക്കുറിച്ച് ഗാനങ്ങൾ എഴുതും, ഒക്കെ ചെയ്യും. പക്ഷേ ഈ നാടിൻ്റെ രീതി ഇപ്പോഴും ഇത് തന്നെയാണ്. അപ്പം കാര്യം മനസ്സിലായല്ലോ. ഇത്രയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇത്രയും മണ്ടന്മാരെയാണ്. കാര്യം വെച്ചാൽ അവരെല്ലാം എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. അപ്പം നമ്മളിനി വളർന്നു വരുന്ന കുട്ടികളെങ്കിലും ചിന്തിക്കുക, ഈ ചാണകവും മൂത്രവും എന്നൊക്കെ പറയുന്നത് നല്ല വളമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കൃഷി ചെയ്യാം. ചാണകം നല്ല വളമാണ്. ഈ ഗോമൂത്രം എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് വളത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഈ ചാണകവും മൂത്രവും കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബയോഗ്യാസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് തീ കത്തിക്കാം. ഇതൊക്കെയാണ് ഈ ചാണകവും മൂത്രവും.
കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുതുതലമുറ ചിന്തിക്കുക, ചാണകവും മൂത്രവും നമുക്ക് കഴിക്കാനുള്ളതല്ല, അത് വേസ്റ്റാണ്. മനുഷ്യൻ്റെ മലം പോലെ തന്നെയാണ് ഇതും. മനുഷ്യൻ്റെ മലം ആരെങ്കിലും എന്തെങ്കിലും പുണ്യവസ്തു എന്ന് പറയുമോ? അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. പിന്നെ ചാണകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൂജാതി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗണപതി വെക്കുക എന്നൊക്കെ പറയും. അത് പണ്ടേ ഒരു സംസ്കാരമായിട്ട് പോകുന്നു. അതങ്ങനെ തന്നെ പോകുന്നു. അത് ആരും കഴിക്കുന്നതല്ലല്ലോ. പക്ഷേ ഈ മൂത്രമൊന്നും ചാണകവും തിന്നാനുള്ളതല്ല എന്ന് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.